പെറുവിലൂടെയുള്ള യാത്ര തുടരുകയാണ്. നമ്മൾ മാച്ചു പിച്ചു എന്ന ലോകാത്ഭുതം നമ്മൾ കണ്ടു. നമുക്ക് വളരെ നല്ല കാലാവസ്ഥയും ദൃശ്യങ്ങളെല്ലാം നമുക്ക് കിട്ടി. നമ്മൾ വളരെ സന്തോഷത്തോടെ നമ്മൾ തിരിച്ചു വരികയാണ്. പക്ഷെ അതിനു മുമ്പ് നമ്മൾ മാച്ചു പിച്ചു സന്ദർശിച്ചു എന്നുള്ളതിന് തെളിവായിട്ട് നമ്മുടെ പാസ്പോർട്ടിൽ മാച്ചു പിച്ചുവിൻ്റെ സ്റ്റാമ്പ് പതിപ്പിക്കാം. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് സ്റ്റാമ്പ് പതിപ്പിക്കാമെന്ന് തീരുമാനിച്ചു. പക്ഷെ നമ്മൾ ചെന്നപ്പോൾ അതൊരു ഓഫീസൊന്നും ആയിരുന്നില്ല, നമ്മൾ തന്നെ നമ്മുടെ പാസ്പോർട്ട് പതിപ്പിക്കുന്ന ഒരു രീതിയായിരുന്നു അവിടെ. അപ്പോൾ ധാരാളം സഞ്ചാരികൾ പതിപ്പിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അതൊക്കെ പതിപ്പിച്ചു. ഞങ്ങൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ സാധനങ്ങളെല്ലാം എടുത്ത് തിരിച്ച് കൂസ്കോ നഗരത്തിലേക്കുള്ള നമ്മൾ യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് കിടക്കുന്നത് ഒരു കൊമേഴ്ഷ്യൽ സ്പേസിലൂടെയാണ് നമ്മൾ കടന്ന് അതിനുള്ളിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ അവിടെ ഒത്തിരി തരങ്ങളിലുള്ള ഹാൻഡിക്രാഫ്റ്റ്സും അവരുടെ വൂളൻ ഐറ്റംസും ഗിഫ്റ്റുകളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് ഒത്തിരി സെലക്ഷൻ ഈ ഒരു സ്ഥലത്തുണ്ടായിരുന്നു. അപ്പോൾ ഈ അവിടുത്തെ അതിലൂടെ ഞങ്ങൾ മുന്നിലേക്ക് ഞങ്ങൾ തുടർന്നു റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാത്ര. റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങളെ വരവേറ്റത് അവിടെ തന്നെ ഉണ്ടായിരുന്ന വലിയൊരു ഗായക സംഘത്തിൻ്റെ പാട്ടും സംഗീതവുമായിട്ടാണ്. നല്ല സംഗീതമായിരുന്നു, നല്ല ഇമ്പമുള്ള സംഗീതം. കുറച്ച് ഞങ്ങളൊക്കെ കേട്ട് വന്നു. പക്ഷേ നമുക്ക് ഒത്തിരി നേരം സമയം ഉണ്ടായിരുന്നില്ല, കാരണം നമ്മുടെ ട്രെയിനിൻ്റെ സമയം ഓൾറെഡി ആയിക്കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങൾ ട്രെയിനിൽ ഞങ്ങളുടെ ബോഗി കണ്ടുപിടിക്കാനുള്ള തന്ത്രപ്പാടിലാണ്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങളുടെ ബോഗി ഏകദേശം നമ്മുടെ ട്രെയിനിൻ്റെ മുൻഭാഗത്തായിട്ടാണ്. അപ്പോൾ ഞങ്ങൾ അറ്റത്തേക്ക് ഞങ്ങൾ നടന്നു തുടങ്ങി. കാരണം ഞങ്ങളൊരല്പം അകത്തേക്ക് നോക്കിയപ്പോൾ ട്രെയിനിൻ്റെ മുന്നിലേക്കും പിന്നിലേക്കുമുള്ള സീറ്റുകളാണ്. അപ്പം മുന്നിലേക്കുള്ള ഇരിപ്പിടമാണെന്നുണ്ടെങ്കിൽ യാത്രയ്ക്ക് ഒത്തിരി നല്ലതായിരിക്കും. അപ്പോൾ അതിൻ്റെ ആകാംക്ഷയിൽ ഞങ്ങൾ ചക്രയെടുത്ത് നിന്നു. അപ്പോൾ നമുക്ക് സീറ്റ് നമ്പറാണ്. നേരത്തെ സീറ്റ് പിടിക്കുന്ന പരിപാടിയൊന്നുമില്ല. പിന്നെ ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നിലേക്കുള്ള സീറ്റ് കിട്ടുകയുള്ളൂ. ആകാംക്ഷപൂർവ്വം നമ്മൾ ചെന്ന് നോക്കുകയാണ് മുന്നിലേക്കുള്ള സീറ്റ് കിട്ടണേ എന്നുള്ള പ്രാർത്ഥനയായിട്ട്. അപ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമായി, കാരണം നമുക്ക് ഭാഗ്യമുണ്ടായിരുന്നു, നമുക്ക് മുന്നിലേക്കുള്ള സീറ്റ് തന്നെ കിട്ടി. അപ്പം ഞങ്ങളുടെ സാധനങ്ങളൊക്കെ വെച്ച് പതിയെ അവിടെ സെറ്റിൽ ചെയ്തു. അപ്പോൾ ആൾക്കാർ എല്ലാവരും വലിയ യാത്ര കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നു. ചിലർ ഉറക്കം തുടങ്ങി, ചിലർ പുസ്തകം വായിക്കുന്നു, ചിലർ സംസാരിച്ചിരിക്കുന്നു. ഞങ്ങളും പതിയെ അവിടെ ഒന്നിരുന്നു, റിലാക്സ് ചെയ്തു. പതിയെ ഞങ്ങൾ കാഴ്ചകളിലേക്ക് പുറത്തേക്ക് ജനലിലേക്ക് നോക്കിയിരുന്നു. അതിമനോഹരമായ ട്രെയിനായിരുന്നു. മുകളിലും സൈഡിലും എല്ലാം ചുറ്റും ചില്ലുകൊണ്ടുള്ളൊരു കൊട്ടാരം. എല്ലാ യാത്രക്കാർക്കും നല്ലൊരു യാത്ര ആസ്വദിക്കാൻ വേണ്ടി തന്നെ പറഞ്ഞു പണിയിച്ചു പോലുള്ളൊരു ട്രെയിൻ. അപ്പോൾ അവിടെ ഞങ്ങൾ കാഴ്ചകളിലേക്ക് കടന്നു. അപ്പോൾ നമ്മുടെ തൊട്ട് മുമ്പിൽ തന്നെയാണ് ഡ്രൈവർ ഇരുന്നിരുന്നത്. അപ്പോൾ ഞങ്ങൾ പതിയെ അവിടെ നിന്നുള്ള വ്യൂ കാണാൻ വേണ്ടി ഫ്രണ്ട് ചെന്ന് നോക്കി. പക്ഷേ അവിടെ ഓൾറെഡി ചെറിയൊരു ബ്ലാക്ക് കേർട്ടൻ നടുക്കിട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ യാത്രക്കാർ ഒത്തിരി അവിടെ വന്ന് നിൽക്കാതിരിക്കാൻ വേണ്ടി അത് മനഃപൂർവ്വം ചെയ്തതാണെന്ന് തോന്നുന്നത്. നമ്മൾ ഒത്തിരി നേരം അവിടെ നിന്നില്ല. നമ്മൾ പതിയെ നമ്മുടെ സീറ്റിലേക്ക് മടങ്ങി പോന്നു. കാരണം നമുക്ക് അവിടെ വന്നിട്ട് പുതിയ കാഴ്ചകളിലേക്ക് കിടക്കാം. അപ്പോൾ അവിടെ തന്നെ ആ ഒരു എല്ലാവരുടെയും കമ്പാർട്ട്മെൻറ്റിൽ ഒരു സെർവറും ഉണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ അടുത്ത് ഒന്ന് ഓർഡർ എടുക്കുന്നുണ്ടായിരുന്നു. ഫുഡ് വേണോ, അത്യാവശ്യം ബിയറോ വൈനോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവർ നമ്മുടെ ടേബിളിൽ കൊണ്ടുവന്ന് തരും. അപ്പോൾ അതൊരു നല്ല സർവീസാണ്. അതിമനോഹരമായ ട്രെയിൻ. ഫുഡോ ഡ്രിങ്കോ ഒക്കെ അടിച്ച് യാത്ര ചെയ്യാം. Identify our bathroom service with our staff on board. അപ്പം ഇനി ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ ഒയൻടായ് ടാമ്പോ എന്ന് പറയുന്ന നഗരത്തിലേക്കാണ് ഈ ഒരു ട്രെയിൻ ചെന്ന് നിൽക്കുന്നത്. അപ്പോൾ ഈ നഗരത്തിനെക്കുറിച്ച് വളരെ
രസകരമായ ഒരുപാട് കഥകളും ചരിത്രങ്ങളും ഉറങ്ങുന്ന ഒരു നഗരത്തിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. ഈ ഒയൻടായ് ടാമ്പോ എന്ന് പറയുന്ന നഗരത്തിൻ്റെ പേര് വന്നത് ഒരു ഒലൻടായ് എന്ന് പറയുന്ന ഒരു പട്ടാള മേധാവി ഉണ്ടായിരുന്നു പച്ചക്കുത്തി ചക്രവർത്തിയുടെ കീഴിൽ. അപ്പം അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥമാണ് ഒലൻടായിയുടെ ബഹുമാനാർത്ഥം ഒലൻടായ് ടാമ്പോ എന്നൊരു നഗരത്തിന് പേര് നൽകുകയും ആ നഗരം അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുകയും ചെയ്തു. ഈ ഒലൻടായ് ഒരേ സമയം ഒരു വീരനായകനും അതേപോലെ തന്നെ ഒരു പ്രണയനായകനും കൂടിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ തന്നെ ചക്രവർത്തിയുടെ മകളുമായിട്ടാണ് പ്രണയത്തിലായത്. അപ്പോൾ സംഭവം എന്തായി എന്ന് നമുക്ക് ഊഹിക്കാം. അപ്പോൾ വർഷങ്ങളോളം ചക്രവർത്തി അറിയാതെ ചക്രവർത്തിയുടെ മകളും ഈ ഒലൻടായും തമ്മിൽ പ്രണയം തുടർന്നു. പക്ഷേ എല്ലാ പ്രണയവും എല്ലാ കാലം മൂടി വയ്ക്കാൻ പറ്റില്ലല്ലോ. സംഭവം ചക്രവർത്തി അറിഞ്ഞു, ഭയങ്കര പ്രശ്നമായി. ചക്രവർത്തിക്ക് ഭയങ്കര കോപിഷ്ണായി. കാരണം തൻ്റെ നിലയ്ക്കുള്ള ബന്ധമല്ല എന്ന് ചക്രവർത്തിക്ക് ഒരു പക്ഷേ തോന്നിക്കാണും. ഉടനെ തന്നെ അദ്ദേഹം തൻ്റെ സ്വന്തം മകളെ ജയിലിലാക്കി. പക്ഷേ ജയിലിലേക്ക് പോയ അദ്ദേഹത്തിൻ്റെ മകള് ഗർഭിണിയായിരുന്നു. പക്ഷേ ഈ വിവരം നമ്മുടെ ഒലൻടായി പറഞ്ഞു. അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ അദ്ദേഹം രാജകൊട്ടാരത്തിൽ നിന്ന് കടക്കുകയും അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ നഗരത്തിലേക്ക് പുറപ്പെടുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ നഗരത്തിലേക്കാണ് ഇപ്പോൾ നമ്മളിവിടെ വന്നത്. എന്നിട്ട് ഈ നഗരത്തിൽ പിന്നെ വർഷങ്ങളോളം അദ്ദേഹം ചക്രവർത്തിയുമായി സംഘർഷങ്ങളിൽ ഏർപ്പെടുകയും പക്ഷേ ചക്രവർത്തിക്ക് ഒരിക്കലും അദ്ദേഹത്തെ പിടിക്കാൻ കഴിഞ്ഞില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ വലിയൊരു സേന തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം വർഷങ്ങളോളം ഇതിനിടയ്ക്ക് വർഷങ്ങൾക്ക് ശേഷം ഈ അച്ഛൻ മഹാരാജാവ് മരിക്കുകയും അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ടുപാക് യുപാൻകി അദ്ദേഹത്തിൻ്റെ പേരുകളൊക്കെ ഭയങ്കര കടുകട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ഭരണത്തിൽ വരികയും ചെയ്തു. അല്ല, ഭരണത്തിൽ വന്നപ്പോഴും അദ്ദേഹം ഈ ഒലൻടായുമായിട്ടുള്ള സംഘർഷം തുടർന്നു. പക്ഷേ മകൻ ചക്രവർത്തി വളരെയധികം ബുദ്ധിമാനാണ്. അദ്ദേഹം വളരെ തന്ത്രപൂർവ്വം അദ്ദേഹം ഈ ഒലൻടായെയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളെയും എല്ലാം പിടികൂടി. എല്ലാവരെയും വധിക്കപ്പെടും, എല്ലാവർക്കും വലിയ ശിക്ഷ കൊടുക്കും എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു വമ്പൻ ട്വിസ്റ്റ് സംഭവിച്ചു. അദ്ദേഹം മകൻ ചക്രവർത്തി അറിഞ്ഞു അദ്ദേഹത്തിൻ്റെ സഹോദരി ജയിലിലാണെന്നും അദ്ദേഹത്തിൻ്റെ സഹോദരിക്ക് ഒരു മകളുണ്ടെന്നും എല്ലാം അറിഞ്ഞപ്പോൾ ഇദ്ദേഹം ഭയങ്കര സംഘർഷത്തിലായി. അദ്ദേഹത്തിന് അനീതിയോട് ഉള്ള സ്നേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പെട്ടെന്ന് തന്നെ ഈ ഒലൻടായെയും കൂടെ വന്ന ഒരാളെയും അവരെ കൊലപ്പെടുത്താതെ അവർക്കെല്ലാവർക്കും മാപ്പ് നൽകുകയും അദ്ദേഹത്തിന് പട്ടാളത്തിൽ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും പഴയ സ്ഥാനം തിരിച്ചു നൽകുകയും ഇതുമാത്രമല്ല, ഇത് കൂടെ അദ്ദേഹം തൻ്റെ സഹോദരിയെ ഈ സേനാനായകൻ ഒലൻടോയ്ക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു. അപ്പം അങ്ങനെ വളരെ ശുഭപര്യാവസായിയായൊരു പ്രണയകഥയായിരുന്നു. ഒത്തിരി സംഘർഷങ്ങൾക്ക് ശേഷം രാജകുമാരിയും സേനാനായകനും വിവാഹിതരായി. അപ്പോൾ ഇതിനൊക്കെ സാക്ഷിയായ നഗരമാണ് ഈ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ നഗരത്തിലൂടെ നമ്മൾ മുന്നിലേക്ക് പോയി. അപ്പോൾ ഞങ്ങൾ കണ്ടൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ നഗരത്തിൽ പഴമയും പുതുമയും ഒന്നിക്കുന്നൊരു നഗരമാണ്. കാരണം പഴയ സംസ്കാരത്തിൽ ജീവിക്കുന്ന ആൾക്കാരും അതേപോലെ പുതിയ രീതിയും എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കാഴ്ചകൾ കണ്ട് മുന്നിലേക്ക് പോയി. അപ്പോൾ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വാൻ പിടിച്ച് നമ്മൾ തിരിച്ച് കൂസ്കോ നഗരത്തിലെത്തി. കൂസ്കോ നഗരത്തിലെത്തിയപ്പോൾ ചെറിയൊരു വാക്കിന് ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ ഒരാൾ അദ്ദേഹം ഒരു ഈവനിങ് ട്രിപ്പ് ഉണ്ടെന്നും നമുക്ക് പെട്ടെന്ന് കുറേയധികം കാഴ്ചകളിലേക്ക് ഒരു ബസ്സിൽ കയറി യാത്ര ചെയ്യാമെന്നും പറഞ്ഞു. ഞങ്ങൾ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ടിക്കറ്റ് മേടിച്ചു. പക്ഷേ ഞങ്ങൾ അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിയപ്പോൾ ബസ് ഓൾറെഡി പോയി. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ പൈസ നഷ്ടപ്പെട്ടു. പക്ഷേ നല്ല സർവീസായിരുന്നു. അത് ഒരു ടാക്സി പിടിച്ച് ഞങ്ങളെ ഈ സ്ഥലത്തേക്ക് എത്തിച്ചു. ആദ്യത്തെ ടൂറിസ്റ്റ് സ്പോട്ടിൽ നിന്ന് ഞങ്ങൾ ഈ ബസ്സിൽ കയറിയപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായി. കാരണം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ പൈസ നഷ്ടപ്പെട്ടു എന്ന്. പക്ഷേ ഞങ്ങൾ വളരെ സാഹസികമായിട്ട് ഞങ്ങൾ ബസ്സിലെത്തപ്പെട്ടു. കുറച്ച് നേരം ഞങ്ങൾ താഴ്ത്തിരുന്ന് റെസ്റ്റ് ചെയ്തു. പതിയെ ഞങ്ങൾ ബസ്സിൻ്റെ മുകളിൽ. അപ്പോൾ യാത്രക്കാരെല്ലാവരും തന്നെ കാഴ്ചകളാണുള്ള സൗകര്യത്തിൽ ബസ്സിൻ്റെ മുകളിലുണ്ട്. അതിമനോഹരമായൊരു സായാഹ്നം. ഞങ്ങൾ അതിനകത്ത് കാഴ്ചകളൊക്കെ കണ്ട് അവിടെ ഇരുന്നു.
അപ്പോൾ സാധാരണക്കാരുടെ വീടുകളുടെ ഇടയിലൂടെയാണ്. അപ്പോൾ അവരുടെ കുറേ കുട്ടികൾ ഞങ്ങളുടെ ഈ ബസ്സിൽ, അപ്പോൾ ഞങ്ങൾ ഭയങ്കര അത്ഭുതപ്പെട്ടു പോയി. കാരണം ടൂറിസ്റ്റുകൾ കയറുന്ന അതേ ബസ്സിൽ തന്നെയാണ് അവരുടെ സ്കൂൾ കുട്ടികളും എല്ലാം കയറുന്നത്. അപ്പോൾ അവരെല്ലാം കയറി അവർ മുന്നിലേക്ക് പോയി. അപ്പോൾ അവരുടെ സംസ്കാരത്തെക്കുറിച്ചും അവരുടെ കാര്യങ്ങളെക്കുറിച്ചും എല്ലാം ഗൈഡ് മുകളിലിരുന്ന് വിവരിച്ചു തന്നുകൊണ്ടിരുന്നു. അപ്പോൾ ചെറിയ അത് തണുപ്പ് കാലമല്ലെങ്കിലും ബസ്സിന് മുകളിൽ കയറിയപ്പോൾ നല്ല തണുപ്പായി. ഞങ്ങളുടെ അത്ര വലിയ വിൻ്റർ ക്ലോത്ത്സ് ഒന്നും ഉണ്ടായിരുന്നില്ല, എങ്കിലും ഉള്ള വിൻ്റർ ക്ലോത്ത്സും ഒക്കെ ധരിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഡ്രിങ്ക് തന്നു. അപ്പോൾ ഞങ്ങൾ ഉടനെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഉടനെ ഞങ്ങൾ വിലക്കി, ഇപ്പോൾ കഴിക്കരുത്, ഇവരുടെ ചില ആചാരങ്ങളൊക്കെ ഉണ്ട്, കാത്തു നിൽക്കണം എന്ന് പറഞ്ഞിട്ട് അവർ നേരെ മുന്നിലേക്ക് പോയിട്ട് എന്തൊക്കെയോ ചില ഇവരുടെ കാര്യങ്ങളൊക്കെ ഉറക്കെ ഞങ്ങളോടും പറയാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ഇൻകകളുടെ എന്തൊക്കെയോ മുദ്രാവാക്യങ്ങളൊക്കെ വെച്ച് ഞങ്ങളും ആ ഡ്രിങ്ക് കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ വീണ്ടും അങ്ങോട്ട് മുന്നിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. അപ്പോൾ അവർ ഇവരുടെ കർമ്മങ്ങളെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും എല്ലാം അവർ ഭയങ്കര വാചാലരായി. കാരണം അടിസ്ഥാനപരമായി വളരെയധികം സത്യസന്ധരും കഠിനാധ്വാനം ചെയ്യുന്നവരും അച്ചടക്കമുള്ളവരും ഒക്കെയാണ് ഇൻകകൾ. അപ്പോൾ അവരുടെ സംസ്കാരത്തിൽ അവർക്ക് പ്രകൃതിയോട് അദമ്യമായൊരു ബന്ധം പുലർത്തുന്നൊരു വിഭാഗമാണ് അവർ. സൂര്യനോടും ചന്ദ്രനോടും ഇടിമിന്നലിനോടും അതേപോലെ തന്നെ പൂർവികരോടും ഒക്കെയുള്ളൊരു സ്നേഹം വളരെയധികം ഉള്ളൊരു വിഭാഗമാണിത്. അപ്പോൾ ഇവരുടെ ഈ പൂർവികരോടുള്ള സ്നേഹമൊക്കെ ഇവർ ബലികളും അതുപോലെ തന്നെ മറ്റ് പ്രാർത്ഥനകളും എല്ലാം, ഇവരുടെ ബലികളിൽ പ്രധാനമായിട്ടും ഈ നമ്മുടെ മൃഗങ്ങളെയും അതിൽ ഗിനിപ്പിഗുകളെയൊക്കെയാണ് അവർ നേർച്ചയും കാഴ്ചയൊക്കെ ആയിട്ട് കൊടുത്തിട്ടിരുന്നത്. അതേപോലെ തന്നെ ഇവരുടെ പ്രാർത്ഥനകളിൽ അതുപോലെ ഏത് കൃഷിയുടെ സമയത്തും അതേപോലെ തന്നെ ഏത് കൃഷിയുടെ വിത്ത് വിതയ്ക്കുന്ന സമയത്തും അതുപോലെ തന്നെ മരണാന്തര ചടങ്ങുകളിലും എല്ലാം പൂജകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇതിനുശേഷം ഞങ്ങളൊരു വലിയൊരു പൂജാരിയുടെ അടുത്തേക്കാണ് അവരെ ഇവിടെ കൊണ്ടുപോകുന്നത്. That is the reason that we can go to the National Carols, because we find the last Incas family, okay? Little complicated yet, but not impossible for know about the Incas culture, okay? That is the reason. Es complicado si no sabemos nada, pero mientras vamos aprendiendo un poco de esas palabritas es mucho más fácil, okay? In the first time it was also very difficult, but when you know. അവരെ ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും അവിടുത്തെ ഒരു ലോക്കൽ മന്ത്രവാദിയെന്നോ പൂജാരിയെന്നോ ഒക്കെ പറയാവുന്ന ഒരാളുടെ അടുത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അവരവരുടെ സംസ്കാരത്തിലെ പൂജകളെക്കുറിച്ചും അതേപോലെ തന്നെ അവരുടെ പ്രാർത്ഥനയെക്കുറിച്ചും എല്ലാം പറഞ്ഞു. പക്ഷേ പതിയെ ഞങ്ങളെയും അതിനകത്ത് ഭാഗവാക്കാക്കുന്ന രീതിയാണ് അവർ ഇത് പച്ചമാമ എന്ന് പറയുന്നത് അവരുടെ സൂര്യദേവൻ, അങ്ങനെ പല പല ഭഗവാന്മാരെ കുറിച്ചൊക്കെ പറഞ്ഞു. ഞങ്ങൾക്ക് പൂജയിൽ പങ്കുചേരാൻ വേണ്ടി അവരുടെ എന്തോ ചില ഇലകളൊക്കെ ഞങ്ങളുടെ കയ്യിലും തന്നു. അതിനുശേഷം പിന്നീട് അദ്ദേഹം എന്തൊക്കെയോ പൂജകൾ നമ്മളോട് പറയാൻ പറഞ്ഞു. നമ്മളെല്ലാം ഏറ്റു ചൊല്ലി. അപ്പം നമ്മൾ അവരുടെ പൂജയിലും കാര്യങ്ങളെല്ലാം പങ്കെടുത്തു. പക്ഷെ നമ്മൾ മലയാളികൾ ഇതിനേക്കാളും ഭയങ്കര ഡോസ് കൂടിയ മന്ത്രവാദികളെയും വെളിച്ചപ്പാടുകളെ കണ്ടുകൊണ്ട് നമുക്കതൊരു പാവമന്ത്രവാദിയായിട്ടാണ് തോന്നിയത്. അദ്ദേഹം ഞങ്ങൾക്ക് അനുഗ്രഹങ്ങളൊക്കെ തന്നു, ഞങ്ങളെല്ലാവരും അനുഗ്രഹിച്ചു. അദ്ദേഹത്തിന് ഞങ്ങളെല്ലാവരും ചെറിയ ചെറിയ പൈസകളൊക്കെ അദ്ദേഹത്തിനും സംഭാവനയോ ഇതൊക്കെ നമ്മൾ കൊടുത്തു. പെട്ടെന്ന് തന്നെ നമ്മുടെ വണ്ടിയിൽ നമ്മൾ തിരിച്ചെത്തി. നമ്മുടെ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ പോവുകയാണ്. യാത്രകൾ ഇനിയും തുടരും. കണ്ടാലും തോന്നൂല.